ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ വിദേശ ബന്ധം കണ്ടെത്താൻ ആകാതെ SIT കോടികൾ വിലമതിക്കുന്ന പുരാവസ്തുക്കളും വിഗ്രഹങ്ങളും കടത്തിയെന്ന മൊഴിയിൽ അന്വേഷണം എങ്ങും എത്തിയില്ല. അതേസമയം ക്ഷേത്ര മോഷണവുമായി ബന്ധപ്പെട്ട കേസുകൾ അന്വേഷിക്കുന്ന തമിഴ്നാട്ടിലെ ഐഡൽ വിങ്ങും കേന്ദ്ര സർക്കാരും ഇടപെടൽ നടത്തുന്നതായി സൂചനയുണ്ട്. വിവരങ്ങളുമായി പ്രജിത്ത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, വലിയ നിലയിലാണ് SIT ആദ്യം കാര്യങ്ങളെ കണ്ടത്. അതായത് ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ വിദേശ ബന്ധം ഉണ്ട് എന്നുള്ള തരത്തിലുള്ള സൂചനകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ ഇതൊന്നും കണ്ടെത്താൻ SITക്ക് കഴിഞ്ഞിട്ടില്ല. കോടികൾ വിലമതിക്കുന്ന പുരാവസ്തുക്കളും വിഗ്രഹങ്ങളും ഒക്കെ കടത്തിയെന്ന മൊഴിയിൽ അന്വേഷണം എങ്ങും എത്തിയില്ല. ഈ അന്വേഷണമൊക്കെ മാറ്റിവെച്ച് ശബരിമല തന്ത്രിയിലേക്ക് മാത്രം എല്ലാ കുറ്റങ്ങളും ചുമത്തിക്കൊണ്ടുള്ള അന്വേഷണം അവസാനിപ്പിക്കാനുള്ളൊരു നീക്കമാണ് SIT ഇപ്പോൾ നടത്തുന്നത്. പ്രജിത്ത് മോഹൻ. അങ്ങനെ തന്നെ സംശയിക്കേണ്ടി വരും. കാരണം കോടതി അടക്കം ഈ സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ട വിദേശ ബന്ധങ്ങൾ സംശയിക്കുന്നതായി പറഞ്ഞതാണ്. അതോടൊപ്പം തന്നെ 1000 കോടിയുടെ വിഗ്രഹക്കടത്ത് ഈ ശബരിമല സ്വർണ്ണക്കവർച്ചയ്ക്ക് സമാനമായി നടന്നിട്ടുണ്ട് എന്ന രീതിയിലുള്ള മൊഴികൾ വന്നിട്ടുണ്ട്. ഇതിന് പിന്നിൽ അന്താരാഷ്ട്ര സംഘങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന രീതിയിലുള്ള മൊഴികളും പുറത്തു വന്നതാണ്. പക്ഷേ അത് സംബന്ധിച്ച പരിശോധനയ്ക്കപ്പുറത്തേക്ക് കാര്യമായൊരു അന്വേഷണം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരുന്നത്. പ്രത്യേകിച്ച് സ്വർണ്ണക്കവർച്ചയ്ക്കൊപ്പം തന്നെ വലിയ സ്വർണ്ണക്കവർച്ചയാണ് ഈ പുരാവസ്തുക്കളുടെയും അതോടൊപ്പം തന്നെ വിഗ്രഹക്കടത്തുമായി ബന്ധപ്പെട്ട നടന്നിട്ടുള്ളത് എന്നുള്ളതായിരുന്നു മൊഴികൾ വന്നത്. പക്ഷേ ഈ ഡി മണി എന്ന് പറയുന്ന ഡിണ്ടിഗൽ സ്വദേശിയെ ചോദ്യം ചെയ്ത് ക്ലീൻ ചിറ്റ് ചെയ്ത് നൽകി വിട്ടയച്ചതിനപ്പുറത്തേക്ക് കാര്യമായ ഒരു പരിശോധന ഈ കേസിൽ അല്ലെങ്കിൽ ഈ ആരോപണങ്ങളിൽ അന്വേഷണ സംഘം നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. കാരണം കേരളത്തിലെ പല ക്ഷേത്രങ്ങളിൽ നിന്നും പണ്ട് തന്നെ ഈ രീതിയിലുള്ള സ്വർണ്ണക്കവർച്ചകളോ അല്ലെങ്കിൽ വിഗ്രഹ കടത്തുകളോ ഒക്കെ നടന്നിട്ടുണ്ട് എന്ന രീതിയിലുള്ള പല ആക്ഷേപങ്ങളും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെയൊന്നും ഒരു യാഥാർത്ഥ്യത്തിലേക്ക് ഈ അന്വേഷണങ്ങൾ പോയിട്ടില്ല എന്നുള്ളത് തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. ഇത് സംബന്ധിച്ച് വ്യക്തമായ പരിശോധനയ്ക്ക് അന്വേഷണ സംഘം തയ്യാറാകാത്തത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യമുണ്ട്. നേരത്തെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ ഈ സ്വർണ്ണക്കവർച്ച കേസിൽ അന്താരാഷ്ട്ര ബന്ധങ്ങളും രാജ്യാന്തര സ്വർണ്ണക്കടത്ത് സംഘങ്ങളുടെ അല്ലെങ്കിൽ വിഗ്രഹക്കടത്ത് സംഘങ്ങളുടെ പങ്കും ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഇത് സംബന്ധിച്ച മൊഴികളുമൊക്കെ ഒരു വ്യവസായിയുടെ മൊഴിയുമൊക്കെ എടുത്തിരുന്നു. പക്ഷേ ഈ വ്യവസായിയുടെ മൊഴി എടുത്തതിന് ശേഷം പിന്നീട് ഈ മണിയെ ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു, മണിയുടെ കൂട്ടാളികളെ ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതിനുശേഷം അവർക്ക് ക്ലീൻ ചിറ്റ് നൽകി വിട്ടയക്കുകയാണ് അന്വേഷണ സംഘം ചെയ്തത് എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്കുള്ള ഒരു പരിശോധന ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള സംശയമാണ്. കാരണം തെക്കേ ഇന്ത്യ കേന്ദ്രീകരിച്ച് നടക്കുന്ന വലിയ വിഗ്രഹക്കടത്ത് സംഘങ്ങളുണ്ട്. അവർക്ക് കേരളത്തിലും നോട്ടമുണ്ടായിരുന്നു എന്നുള്ളത് നേരത്തെ തന്നെ ആ രീതിയിലുള്ള വാർത്തകൾ ആ രീതിയിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിട്ടുള്ളതാണ്. അഭ്യൂഹങ്ങളുമൊക്കെ നിലനിൽക്കുന്നതാണ്. പക്ഷേ അതിൻ്റെ ഒന്നും ഒരു യാഥാർത്ഥ്യത്തിലേക്ക് അന്വേഷണം പോയിട്ടില്ല എന്നുള്ളത് ഈ ഘട്ടത്തിൽ പറയേണ്ടിയിരിക്കുന്നുവെങ്കിലും തമിഴ്നാട്ടിൻ്റെ ഈ വിഗ്രഹക്കടത്തൊക്കെ അന്വേഷിക്കുന്ന ഐഡൽ വിങ് അതോടൊപ്പം കേന്ദ്ര സർക്കാരൊക്കെ വളരെ ഗൗരവകരമായി ഈ വിഗ്രഹക്കടത്ത് സംഘങ്ങളുടെ പങ്കിനെക്കുറിച്ചുള്ള പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇനി അത്തരം പരിശോധനകളിലൂടെ മാത്രമേ കേരളത്തിൽ നിന്നടക്കം വലിയ രീതിയിൽ ഈ രീതിയിലുള്ള വിഗ്രഹക്കടത്ത് നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. പക്ഷേ SITയുടെ കാര്യം പറയുമ്പോൾ ഹൈക്കോടതി തന്നെ ഇത്തരം പരാമർശങ്ങൾ നടത്തിയിട്ടും അതോടൊപ്പം തന്നെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ വെളിപ്പെടുത്തൽ, പിന്നീട് ചെന്നിത്തല നൽകിയ മൊഴി, ഒരു വ്യവസായിയുടെ മൊഴി, ഇതൊക്കെ ഉണ്ടായിട്ടും ഈ സ്വർണ്ണക്കടത്ത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിലേക്ക് മാത്രം ഒതുങ്ങുന്നു. ഈ പാളികളെ സംബന്ധിച്ച അന്വേഷണത്തിലേക്ക് മാത്രം ഒതുങ്ങുന്നു. രാജ്യാന്തര ബന്ധങ്ങളെക്കുറിച്ചോ വിഗ്രഹക്കടത്തിനെക്കുറിച്ചോ കാര്യമായ പരിശോധനകൾ ഉണ്ടാകുന്നുമില്ല. അതെ, വ്യക്തമാണ്.